ഉക്രൈൻ മാധ്യമമായ ദി കീവ് ഇൻഡിപെൻഡന്റിന്റെ ഒരു റിപ്പോർട്ട് കണ്ട് ഞാൻ അന്ധാളിച്ചു പോയി. കാരണം അവർ പുറത്തുവിട്ട ഒരു കണക്കിൽ പറയുന്നത് ഉക്രൈൻ റഷ്യക്കുണ്ടാക്കിയ കനത്ത നാശനഷ്ടത്തെക്കുറിച്ചാണ്. ഈ കണക്ക് കേട്ടാൽ പ്രേക്ഷകരും ആലോചിക്കും, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന്. വിശ്വാസയോഗ്യമാണോ അല്ലേ എന്ന് നമ്മൾക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും വിശ്വസിക്കാൻ അല്പം പ്രയാസമുള്ള ഉക്രൈൻ മാധ്യമങ്ങൾ തങ്ങളുടെ രാജ്യത്തോടൊപ്പം 100% നിലയുറപ്പിക്കാൻ വേണ്ടി വിടുന്നു എന്ന് മനസ്സിലാക്കേണ്ട ആ ഒരു റിപ്പോർട്ട് ഇങ്ങനെയാണ്. 2022 ഫെബ്രുവരി 24 ആരംഭിച്ച റഷ്യ ഉക്രൈൻ സംഘർഷത്തിന് ശേഷം റഷ്യക്ക് 6,39,480 സൈനികരെ നഷ്ടപ്പെട്ടതായാണ് ഉക്രൈനിന്റെ സായുധ സേനയുടെ ജനറൽ സ്റ്റാഫ് ഓഫ് സെപ്റ്റംബർ 20 അഥവാ നമ്മൾ ഈ വാർത്ത പറയുന്ന ഇന്ന് വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. ഈ സംഖ്യ റിപ്പോർട്ട് ചെയ്ത ശേഷം മാത്രം എന്ന് വെച്ചാൽ ഈ സംഖ്യ ഔദ്യോഗികമായി വാർത്താ മാധ്യമങ്ങൾക്ക് നൽകുന്നത്, അവർ പ്രസിദ്ധീകരിക്കുന്നത് ഇന്ന് രാവിലെ 10 മണിക്കാണ്. എന്നാൽ 2 ദിവസം മുൻപാണ് അവർ ഈ റിപ്പോർട്ട് സർക്കാരിന് മുമ്പിൽ സമർപ്പിക്കുന്നത്. അതിനുശേഷം മാത്രം 1340 റഷ്യൻ സൈനികരെ ഉക്രൈൻ സൈനികർ വധിച്ചു എന്നും ഇതിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ നഷ്ടപ്പെട്ട വാഹനങ്ങളുടെയും സൈനിക സംവിധാനങ്ങളുടെയും കണക്കുകൾ കൂടി കേൾക്കേണ്ടതായിട്ടുണ്ട്. 8725 റഷ്യൻ യുദ്ധ ടാങ്കുകൾ തകർത്തിട്ടുണ്ട്. 17,132 കവചിത യുദ്ധവാഹനങ്ങൾ തകർത്തിട്ടുണ്ട്. 24,898 വാഹനങ്ങൾ, ഇന്ധന ടാങ്കുകൾ ഉൾപ്പെടെ നശിപ്പിച്ചിട്ടുണ്ട്. 18,212 പീരങ്കികളെ തകർത്തിട്ടുണ്ട്. 1189 മൾട്ടിപ്പിൾ ലോങ് റോക്കറ്റ് സംവിധാനങ്ങൾ, 949 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, 369 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ, 428 കോമ്പാക്ട് അതോടൊപ്പം യുദ്ധ ഹെലികോപ്റ്ററുകൾ, 428 ഡ്രോപ്പ് സംവിധാനങ്ങൾ എന്നിവയും റഷ്യക്ക് നഷ്ടമായതായി ഈ കീവ് റിപ്പോർട്ടിൻ്റെയും കീവ് ടൈംസിൻ്റെയും ഒക്കെ റിപ്പോർട്ടുകളിൽ പറയുകയാണ്. ബോട്ടുകൾ, ഒരു അന്തർവാഹിനി കപ്പൽ തുടങ്ങിയവയും നശിപ്പിച്ചതായി ഉക്രൈൻ അവകാശപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു അന്താരാഷ്ട്ര മാധ്യമവും യുക്രൈൻ്റെ ഇത്തരത്തിലുള്ള വലിയൊരു നഷ്ടത്തെക്കുറിച്ച് റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടുമില്ല. കീവ് ഇൻഡിപെൻഡന്റിന്റെ ഈ കണക്കിന് സമാനമായ കണക്ക് തന്നെ കീവ് പോസ്റ്റ് ജേണലും ദ വോയിസ് ഓഫ് ഉക്രൈനും ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഉക്രൈൻ മാധ്യമങ്ങളുടെ കണക്ക് ആശ്ചര്യത്തോടെയാണ് ലോകം തന്നെ നോക്കിക്കാണുന്നത്. റഷ്യൻ സൈന്യത്തിന്റെ വലിയൊരു ഭാഗത്തെ തകർത്തു എന്ന് പറയണമെങ്കിൽ ഇത്രയും റഷ്യൻ സൈന്യം ഉക്രൈനെതിരായ യുദ്ധത്തിൽ പങ്കെടുത്തിരിക്കണം. നിലവിൽ 13,20,000 ആക്റ്റീവ് മിലിറ്ററി പേഴ്സൺസ് ആണ് റഷ്യക്കുള്ളത്. പാരാമിലിറ്ററിയും റിസർവ് ബറ്റാലിയനും വ്യോമ, നാവിക, മറ്റ് സൈനിക വിഭാഗങ്ങളും വിവിധ സൈനിക ട്രൂപ്പുകളും ഉൾപ്പെടെ 35 ലക്ഷത്തോളം സൈനിക സംവിധാനങ്ങൾ റഷ്യക്കുണ്ട്. ഇതിൽ കരസേന മാത്രം 13,20,000 മാത്രമേ വരുന്നുള്ളൂ. ഇവരിലേക്ക് 1,80,000 പുതിയ സൈനികരെ കൂടി ചേർക്കാൻ ഇക്കഴിഞ്ഞ ദിവസം പുടിൻ അനുമതിയും നൽകിയിരുന്നു. ഇത്തരമൊരു സൈന്യത്തിന് ഉക്രൈൻ ഇങ്ങനെയൊരു പ്രഹരമേൽപ്പിച്ചെന്ന് വിശ്വസിക്കാൻ അല്പം പ്രയാസം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. യുദ്ധത്തിന്റെ തുടക്ക നാളുകളിൽ റഷ്യൻ സൈന്യത്തിന് വലിയ തിരിച്ചടികൾ നേരിട്ടിരുന്നു എന്നതൊരു സത്യമാണ്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല ഉക്രൈനിൽ സംഭവിക്കുന്നത് എന്നാണ് നാറ്റോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നതും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടുകൊണ്ട് അവർ വ്യക്തമാക്കുന്നതും ഒക്കെ ആ രീതിയിലാണ്. നാറ്റോയുടെ ഒരു അവലോകന യോഗത്തിൽ റഷ്യയെക്കുറിച്ചുള്ള ഒരു ചർച്ച ഇങ്ങനെയാണ്: നാറ്റോ രാജ്യങ്ങളെ റഷ്യ ആക്രമിച്ചാൽ അത് യൂറോപ്പ് എന്ന ഭൂഖണ്ഡത്തിന്റെ ഗതി തന്നെ നിർവചിക്കപ്പെടുന്നതായി മാറും. മറ്റേത് രാജ്യത്തെക്കാളും റഷ്യക്കുള്ള ഒരു പ്രത്യേകത ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ സജ്ജീകരിക്കാൻ കഴിയും എന്നതാണ്. മാത്രമല്ല, റഷ്യക്ക് ദീർഘകാലം പല രാജ്യങ്ങളോടായി യുദ്ധം ചെയ്ത യുദ്ധ പാരമ്പര്യമുണ്ട്. സൈന്യത്തിന്റെ മാൻ പവർ വർദ്ധിപ്പിക്കുവാനുള്ള റഷ്യൻ തീരുമാനം ഇതിനുള്ള ഉദാഹരണമാണ്. മാത്രവുമല്ല, ഒരേ സമയം പോരാടാനും അണിനിരക്കുവാനും റഷ്യക്ക് കഴിയും. റഷ്യൻ സൈനിക പുനർനിർമ്മാണത്തിന്റെ വേഗത പാശ്ചാത്യ വിശകലന വിദഗ്ധർ പ്രതീക്ഷിച്ചതിലുമൊക്കെ വേഗത്തിലാണ്. റഷ്യ പ്രതിവർഷം 1000-ലധികം ടാങ്കുകൾ ഉൽപ്പാദിപ്പിക്കുമെന്നും ആയുധ നഷ്ടങ്ങളെ സാങ്കേതിക മികവ് കൊണ്ട് ചേർത്ത് പിടിക്കാൻ റഷ്യക്ക് കഴിയും എന്നുമാണ് നാറ്റോയുടെ തന്നെ വിശകലനത്തിൽ അവർ പറയുന്നത്. 2025-26 വർഷ കാലയളവിൽ ഒരു പക്ഷേ റഷ്യ നാറ്റോയെ ആക്രമിച്ചേക്കാം. അങ്ങനെ ഒരു തുറന്ന പോരിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ
വലിയ അപകടം നാറ്റോയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും സംഭവിക്കും. ഇങ്ങനെ സംഭവിച്ചാൽ നാറ്റോയുടെ സൈനിക സാങ്കേതിക ബലം വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നും നാറ്റോ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. ഏതായാലും ഉക്രൈൻ റഷ്യ സംഘർഷത്തിൽ വലിയ നഷ്ടങ്ങൾ തന്നെ ഇരു രാജ്യങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. എന്നാൽ നഷ്ടങ്ങളോടൊപ്പം നിന്ന് പോരാടാൻ കഴിയുന്ന റഷ്യയെ പോലെയല്ല ഉക്രൈൻ എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. അവർക്ക് സൈനിക ആയുധ പ്രത്യുൽപാദന ശേഷിയില്ല. ആളുകളെ നിർബന്ധിച്ചാണ് സൈനിക പരിശീലനത്തിനായി കൊണ്ടുപോകുന്നത്. നേരത്തെ ഒരു വാർത്ത മുന്നോട്ട് വന്നിരുന്നു. വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തിയ ഒരു കുടുംബത്തിലെ പുരുഷന്മാരെ ബലം പ്രയോഗിച്ച് ഉക്രൈൻ അവരുടെ സൈനിക സേവനത്തിന് പിടിച്ചു കൊണ്ടുപോയ ഒരു ദൃശ്യം തന്നെ പുറത്തു വന്നിരുന്നു. ഇത് ഉക്രൈൻ്റെ നിലവിലെ അവസ്ഥകൾ കാണിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെയാണ് നഷ്ടപ്പെടുന്ന ആയുധങ്ങളുടെയും സൈനിക സംവിധാനങ്ങളുടെയും കണക്കുകൾ. എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ പകരം മറ്റു രാജ്യങ്ങളെ ഉക്രൈൻ ആശ്രയിക്കണം. എന്നാൽ അതുപോലെയല്ല റഷ്യ. ഏതായാലും ഉക്രൈനൊപ്പം നിൽക്കുക എന്ന ഉക്രൈൻ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തം അവർ പൂർവാധികം ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ അവർ നിർവഹിക്കുന്നുണ്ട് എന്നതാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നതുമൊക്കെ അങ്ങനെയാണ്. ഇതിൻ്റെ അന്തരം മനസ്സിലാക്കണമെങ്കിൽ ഇരു രാജ്യങ്ങളുടെയും സൈനിക ആയുധ ബലം സൂചിപ്പിക്കുന്ന ഡാറ്റകൾ പരിശോധിച്ചാൽ മാത്രം മതി എന്നത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. എന്നൊക്കെയാണെങ്കിലും ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ഒരു പോരാളിയായി തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടതും ഉക്രൈൻ മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്നതും. അതിനുള്ള ഒന്ന് രണ്ട് സംഭവം കൂടി പറഞ്ഞ് നമുക്കിതിവിടെ അവസാനിപ്പിക്കാം. ഉക്രൈൻ്റെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾക്കും നാറ്റോയ്ക്കും ഒപ്പം തന്നെ അമേരിക്കയ്ക്കുമൊക്കെ കൊടുക്കുവാൻ തൻ്റെ പദ്ധതി എന്താണ് എന്ന് പറയാൻ ഒരു വിജയ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് അവർ സമർപ്പിക്കാനിരിക്കുകയാണ്. 90% ഈ പദ്ധതി പൂർത്തിയായെന്നും അടുത്ത ആഴ്ച വളരെ സുപ്രധാനമായ റിപ്പോർട്ട് സഖ്യകക്ഷികൾക്ക് താൻ സമർപ്പിക്കുകയാണെന്നുമാണ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞിട്ടുള്ളത്. ഓരോ ഘട്ടത്തിലും എന്താണ് വേണ്ടത്, എന്താണ് നമ്മെ ശക്തിപ്പെടുത്തുന്നത് എന്നതിൻ്റെ വ്യക്തമായ പട്ടിക കയ്യിലുണ്ട്. ഈ പദ്ധതിയിൽ അസാധ്യമായി ഒന്നുമില്ല. 90% ഇത് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഒരുമിച്ച് പാക്കേജ് ഉക്രൈന് മാത്രമല്ല അന്താരാഷ്ട്ര നിയമത്തെ തന്നെ വിലമതിക്കുന്ന ലോകത്തിലെ എല്ലാവർക്കും സാഹചര്യത്തിൻ്റെ ശരിയായ വികസനം ഉറപ്പാക്കാൻ കഴിയുമെന്നുമൊക്കെ സെലൻസ്കി പറയുന്നുണ്ട്. അതേസമയം തന്നെ ഉക്രൈൻ, റഷ്യ, ഇറാൻ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 6 വ്യക്തികൾക്കും 42 നിയമപരമായ സ്ഥാപനങ്ങൾക്കും വ്ളാഡിമിർ സെലൻസ്കി വിലക്കും ഉപരോധവും ഏർപ്പെടുത്തിയതായി പ്രസിഡന്റിന്റെ ഓഫീസും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. 10 വർഷത്തേക്കാണ് ഈ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നതും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്.